പ്രിയമുള്ളവരെ, എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് നിൽക്കുന്നത് ഇടവെട്ടി പഞ്ചായത്തിലെ നഗരവനം എന്ന് പറയുന്ന വനത്തിൻ്റെ സമീപമാണ് കേട്ടോ. കേരളം വന്യജീവി വകുപ്പിൻ്റെ നഗരവനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു എക്കോ ഷോപ്പുണ്ട്, പിന്നെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അത് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇന്നത് ഓപ്പൺ അല്ല. ഇനി ഇത് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയത്തില്ല, തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇപ്പോൾ കടന്നു പോകാം കേട്ടോ. അപ്പം നല്ല ഒരു വനമാണ്, ഒരു കുട്ടി വനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിസ്തീർണവും പിന്നെ ഇതെന്നാണ് സ്റ്റാർട്ടിങ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു ചെറിയൊരു വിവരണം പോലെ നമുക്കിവിടെ ഈ ബോർഡിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് വനത്തിനുള്ളിലോട്ട് പോകാം. ഇവിടെ നല്ല രസമാണ് മരങ്ങളൊക്കെ കാണാനായിട്ട് കേട്ടോ. പിന്നെ നല്ല നടപ്പാതയുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം. അപ്പം നമുക്ക് പിന്നെ അതിന് ചുറ്റും ഒരു നല്ലൊരു വനം, നഗരത്തിൻ്റെ ഒരു മധ്യത്തിൽ കേട്ടോ. നല്ലൊരു വനമാണ് കേട്ടോ, നല്ല മരങ്ങളും. അപ്പം എൻ്റെ കൂടെ ജോഷുവില്ല, ജോഷുവിന് വേറൊരു ദിവസം കൊണ്ടുവരാം. ഞങ്ങളിവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടവെട്ടി പഞ്ചായത്തിൽ വന്നതുകൊണ്ട് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ് കേട്ടോ. ഞാനും എൻ്റെ ആങ്ങളയും കൂടി. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്കിനി വർത്തമാനമൊക്കെ പറഞ്ഞ് റിലാക്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകേണ്ടവർക്കൊക്കെ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെയാണ് നല്ല രസമായിട്ട് തോന്നുന്നത്. നല്ല തണലുണ്ട് കണ്ടോ ഇവിടെ നോക്കുമ്പോൾ. പിന്നെ കിളികളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഒച്ചകൾ കേൾക്കാം. ഒരു കുട്ടി വനമാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ, വളർന്ന് വരുന്നതൊക്കെ ഉള്ളൂ. അതായത് നമുക്ക് പിടിയുന്ന ഇപ്പം കുട്ടികളൊക്കെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല വനം എന്താണെന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ അല്ലേ, ഇന്നത്തെ കുട്ടികളൊന്നും അങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു കുഞ്ഞൊരു മിനി വനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇവിടെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒത്തിരി വലിയ ജന്തുജാലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കാൻ നടക്കാം. നേര്യമംഗലം അങ്ങനെ വേറെ വനങ്ങളൊക്കെ ഇഷ്ടംപോലെ വനങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കങ്ങനെ വേറെ ഒത്തിരി മൃഗങ്ങളെ ഒന്നും പേടിക്കാതെയൊക്കെ നടക്കാവുന്നൊരു വനമാണ് കേട്ടോ. ഇവിടെ കുഞ്ഞു മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് മറ്റേ നമുക്ക് ഈ പറയുന്ന പോലെ അങ്ങനെയൊന്നും പേടിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡ്രസ്സല്ലേ കാണാനായിട്ട്, കിളികളുടെയൊക്കെ ഒച്ച കേട്ടോ. നല്ല തണലുമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ നടക്കാതെ പാമ്പിൻ്റെ ശല്യമൊന്നും പേടിക്കണ്ട. ഇങ്ങനെ ഈ ഫ്ലോറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ട് നമുക്ക്. അതായത് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാമ്പിനെയൊക്കെ പേടിക്കുമല്ലോ, നമ്മൾ പാമ്പ് കടിക്കുമെന്നൊക്കെ പേടിക്കുമല്ലോ. അതിപ്പോൾ നമ്മൾ ഇടയ്ക്ക് നടത്ത് നോക്കിയപ്പോൾ മതി. കാരണം ഇതിങ്ങനെ പാമ്പ് അങ്ങനെ വേഗത്തിലൊന്നും ഇവിടെ കാട് മൂടി കിടക്കുന്നതിനകത്തൊന്നും അങ്ങനെയൊന്നും കയറി കിടക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇതൊക്കെ അത്രയൊന്നും ചവിട്ടി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടൊക്കെ സഞ്ചാരികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അടിപൊളിയല്ലേ. നോക്കി ചുറ്റും ഒരു ചെറിയൊരു പരിമിതി നിന്നുകൊണ്ടാണ് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തൊട്ടടുത്ത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളോട് ചേർന്ന് അപ്പോൾ നമ്മൾ ഇതിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്ന വീട്ടുകാർക്കൊക്കെ കാണാനായിട്ട് സാധിക്കുമേ കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഒരു സൈഡിൽ മൊത്തം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നിന്നുകൊണ്ട് കുറച്ച് ഭാഗമാണ് വനത്തിനായിട്ട് എടുത്തേക്കുന്നത്. ഈ സൈഡും കുറച്ച് ഭാഗമാണ് വനത്തിനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് കുയിലൊക്കെ പോകുന്ന ഒച്ച കേട്ടോ, അടിപൊളിയല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതയാണ്, നല്ല രസം. വേറൊരു മരം നോക്കി, എന്ത് രസം നോക്കി ആ മരങ്ങളുടെ അത് കേട്ടോ. ഇത് കാണുമ്പോൾ പ്രകൃതി സ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും ഇവിടെ വരാൻ തോന്നും അല്ലേ. നല്ല അടിപൊളി, നല്ല രസം. നമ്മുടെ ഈ ഫോണിൽ എന്തോരം ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ. അത് കണ്ടോ, ആ പോയിൻ്റ് നോക്കി കേട്ടോ, അടിപൊളി കേട്ടോ. അവിടെ ആ മരമൊക്കെ ഇങ്ങനെ കേട്ടോ ഒരു പ്രത്യേക ഭംഗി തരുന്നുണ്ടല്ലേ. ഇവിടെ പാസിങ്ങിൻ്റെയൊക്കെ എന്തോ തുടങ്ങുന്നുള്ളൂ. പാസ്സൊക്കെ എടുത്ത് കയറാനായിട്ടുള്ള സ്റ്റാർട്ടിങ് ആകുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ എന്നാണെങ്കിലും ഫ്രീ ആയിട്ടാണ് കയറിയേക്കുന്നത്.
അപ്പോൾ അവിടെ ഒന്നും നമ്മൾ കണ്ടല്ലോ, ആരുമില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് കയറി പോന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും എല്ലാം നല്ല ഭംഗിയായിട്ട് വൺ ചെയ്ത് തുടങ്ങും. ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്ന് വരുമ്പോൾ ഇവിടെ നല്ല വലിയ മരങ്ങളൊക്കെ അടിപൊളി. കുറച്ച് മരങ്ങളൊക്കെ കമ്പുകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. മഹാണിയൊക്കെ ഉണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു. സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ ഇവിടെ. ഉണ്ട് പൂക്കളൊക്കെ മരത്തിൻ്റെ പൊക്കത്ത്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ചെറുതൊക്കെ ഇങ്ങനെ കാറ്റത്ത് കൊടിഞ്ഞൊക്കെ ചാടിയതായിരിക്കാം. ഇവിടെ വന്നപ്പോൾ കുഞ്ഞൊരു കയറ്റമൊക്കെ ഉണ്ട്. തൊടരിമുള്ളൊക്കെയാണേ, അതൊക്കെയൊക്കെ നിർത്തിയിട്ടുണ്ടോ. ഞാനൊക്കെ പണ്ട് വനത്തിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പോയിട്ട് നേരിമംഗലം വനത്തിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പേടിയാവും, നമുക്ക് പോയി കഴിയുമ്പോൾ വഴിയൊന്നും അറിയത്തില്ല. അതിങ്ങനെ ഇതുപോലെയൊന്നും വഴിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ കാട്ടിക്കൂടെ കയറിപ്പോവും. നമ്മളൊരു ഏകദേശമൊക്കെ വെച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് വഴിയൊന്നും അറിയത്തില്ല. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ആരും വഴി തെറ്റിപ്പോവില്ല കേട്ടോ. കാരണം ഈ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഈ നടപ്പാത തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്. ഈ നടപ്പാത ഉള്ളതുകൊണ്ട് ആർക്കും വഴി തെറ്റിപ്പോകത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നവരൊരു പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആരും ഇങ്ങനെ ഈ വേസ്റ്റൊക്കെ ഒന്നും വലിച്ചെറിയരുത് കേട്ടോ. കാരണം ഇവിടെ ആരും ഇപ്പം നോക്കാനില്ലെന്ന് ഓർത്തുകൊണ്ട് ഇത് എന്തോരം നാളത്തെ പ്രയത്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ആളുകൾ വന്നിട്ട് സ്നാക്സൊക്കെ കഴിച്ചിട്ട് വേസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഇവിടെ വരുമ്പോഴും ഒരു ഇരിപ്പിടം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും തൊട്ടടുത്ത് ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ ഒത്തിരി ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തി വരുന്നുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഒരു കെട്ടിടം കാണുന്നത്, നെയിം ബോർഡൊന്നും വെച്ചിട്ടില്ല. ഇവിടെയും ഇരിപ്പിടങ്ങളുണ്ട്. ഇങ്ങനെ പോരുന്ന വഴിക്കെല്ലാം ഇരിപ്പിടങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വനത്തിൻ്റെ അതായത് നടപ്പാത ഇവിടെ വരുമ്പോൾ തീർന്നു പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ മണ്ണ് നടപ്പാതയാണുള്ളത്. അതായത് നമ്മുടെ ഈ ടൈല് പാകിയ നടപ്പാത ഇവിടെ വരും കൊണ്ട് തീർന്നു പോവുകയാണ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഉണ്ടോ ഒരു ചെറിയ വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ അത് തീർന്നു പോവുകയാണേ. അപ്പം നമുക്കതിൻ്റെ ഇച്ചിരി ഒരു ഭാഗം കൂടി നോക്കാം. നമ്മളിവിടം വരെ വന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കൂടി എങ്ങനെയുണ്ടോ നമ്മൾ നോക്കാതെ പോകുന്ന മോശമല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവിടം കൊണ്ട് ഇങ്ങനെ വഴി ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടം കൊണ്ട് ഒരു എൻഡിങ്ങിൽ തീരുവാന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഫണ്ടൊക്കെ അനുവദിക്കുന്ന ഇതനുസരിച്ച് അവരത് പൂർത്തീകരിക്കും. ഒരു കുട്ടി വനം കാണേണ്ടവർക്ക് ഇവിടെ വന്ന് അത് കാണാം. ഇവിടെയൊക്കെ സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വെഡ്ഡിങ് ഷൂട്ടിങ്ങിനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഓരോ സീറ്റിങ്ങിലൊക്കെ സഞ്ചാരികൾ വന്നിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരെയും നമ്മൾ വീഡിയോയിലെടുത്തിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ നിന്ന് പോവുകയാണ് തീരുവാണ് കേട്ടോ ഈ വനം.
അത് ഒരു അതിർത്തി കണ്ടോ, ഇങ്ങനെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ കൊണ്ട് തീർന്നു പോവാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തൊരു സ്ഥലമായിരിക്കും. ഇവിടെ കൊണ്ടൊരു എൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മരം കിടക്കുന്നവിടെ വരെയാണ് ഇനി നടപ്പാത ശരിയാക്കി എടുക്കാനായിട്ടുള്ളൂ. അപ്പം ആരും വന്നാലും വഴിയൊന്നും തെറ്റിപ്പോവില്ല കേട്ടോ. ഈ മരങ്ങളുടെയൊക്കെ പേരെന്താണ് നമുക്കറിയത്തില്ല. പക്ഷേ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ടാവുമല്ലോ, അതൊക്കെ വന്നാൽ ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അടിപൊളി മരമുണ്ട്, തേക്ക്, മഹാഗണി, അങ്ങനെ നമുക്കറിയാവുന്ന കുറച്ച് മരങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കണ്ടു. പിന്നെ നല്ല കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിക്കാതെ ഒരു വനത്തിനുള്ളിൽ നടക്കണമെങ്കിൽ ഇതിൽ കൂടെ നടക്കാം കേട്ടോ. വേറെ മൃഗങ്ങളൊന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വഴി തെറ്റിപ്പോകൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മണി പ്ലാന്റിൻ്റെയൊക്കെ വെറൈറ്റികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മരത്തേക്കൂടെ കയറി കുഞ്ഞി കിണറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇനി ഇതായി വരുന്നുള്ള ഉപയോഗശൂന്യമായ ഒരു കിണറൊക്കെ ആട്ടോ അതിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നട്ടുച്ച സമയത്താണുള്ളത്. പക്ഷേ ആ നട്ടുച്ചയുടെ ആ വെയിലിൻ്റെ ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല കേട്ടോ. കാരണം നല്ല കൂളിങ്ങാണ്. ചെറിയൊരു കുഞ്ഞി ഏരിയ ഉള്ളത്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ. നമുക്കിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ വിശ്രമിക്കാനായിട്ട് ഇതുപോലെ സീറ്റിങ്ങൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ, സീറ്റിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഡെവലപ്പായിട്ട് വരാനുണ്ട്. നമ്മൾ കണ്ടാണ് നടപ്പാതയുടെയൊക്കെ കാര്യങ്ങൾ കണ്ടാണ്. അപ്പോൾ അത് ഫണ്ട് അനുസരിച്ച് ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നഗരത്തിൽ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് കാണിക്കാനും അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ഒന്ന് വരാനും നല്ല ഇതാണ് കേട്ടോ. ഇവിടെ ഒത്തിരിയേറെ ആളുകൾ വന്ന് ഫോട്ടോഷൂട്ടിങ്ങൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് താമസിയാതെ തന്നെ പാസ് എടുത്ത് കയറാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പം ഇനി ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഞായറാഴ്ചയാണോ എന്നറിയത്തില്ല ഓപ്പൺ അല്ലാത്തത്. അപ്പോൾ അല്ലാത്ത ഇപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ വൈകാതെ വരട്ടെ. അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളതായിട്ടുള്ളത്, നമ്മളെപ്പോഴും സഞ്ചാരികൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കാനൊന്നും ആളില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ ചപ്പുചവറുകളൊക്കെ ഇടുന്ന ആ പ്രവണത ഒഴിവാക്കണം കേട്ടോ. നമ്മുടെ സ്ഥലമല്ലേ, നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതല്ലേ, ഇങ്ങനെ മറ്റുള്ളവർ കാണാനുള്ളതല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നല്ല പച്ച വെളുപ്പൊക്കെ ഇട്ട് ഞാൻ പച്ചപ്പിൻ്റെ ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ട്. കാടും എന്നെപ്പോലെ തന്നെ പച്ചപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ അടുത്ത വീഡിയോ കാണാം. ഞാൻ എൻ്റെ കുഞ്ഞ് ജോഷിനെയും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോഷിയും കൂടി വരുമ്പോൾ അടിപൊളിയായിട്ട് ജോഷി ഇതിൽ കൂടെ ഓടി നടക്കുന്നത്. അതുപോലെ നല്ല രസമാണ് ഇവിടെ പിള്ളേർക്ക് കൊണ്ടൊക്കെ നടക്കാനൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞില്ല, പാമ്പിനെയൊന്നും തിരിക്കാതെ നമുക്ക് സുഖമായിട്ട് നടക്കാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ഒന്നും കൂടി ഈ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ കുഞ്ഞി ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് അടിക്കണേ. അപ്പം ഞങ്ങളുടെ എല്ലാവരെയും, നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരെയും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലെയൊക്കെ ഓരോ യാത്രകൾ ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. എല്ലാവരും അടിച്ചു പൊളിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ ചെയ്ത് വരണം. ഇനിയിപ്പം കാണാൻ പറ്റാത്തവർക്ക് നമ്മുടെ വീഡിയോയിലൂടെ നമ്മോടൊപ്പം നമ്മൾ ഒരു വീട്ടിലൊരു ഫീൽ ചെയ്യുന്ന പോലെ എല്ലാവരെയും കൂടി ഇപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കാണേണ്ടവർക്കൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇനിയും യാത്രകളൊക്കെ ചെയ്യുന്നതാണേ. ഓക്കെ, ബൈ.